അന്നത്തെ കാലത്ത് മൊത്തം റബ്ബർ ഷീറ്റ് ആക്കി അത് ഒരയൊഴിച്ച് ഷീറ്റ് അടിച്ച് പിറ്റേ ദിവസം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ ഈ അമ്മക്ക് ഇത്ര ലോങ് ഹെയർ ഉണ്ടായിരുന്നു കെട്ടിക്കൊണ്ട് വരുമ്പോൾ. അപ്പം അമ്മച്ച് തലമുടി കണ്ടിട്ടാണ് കിട്ടിയത്. റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആളും മുടിയൊക്കെ ഒഴിയാൻ തുടങ്ങി. മുടിയൊക്കെ പോയി ശരിക്കും. എന്നിട്ട് അമ്മ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലപ്പോൾ കയ്യലേയും നൈറ്റിയിലേയും തലമുടിയിലൊക്കെ ഈ റബ്ബർ പാല് പൊളിച്ചളഞ്ഞുകൊണ്ട് ആൾ വരുന്നത്. ആ വേർപ്പും മണവും പിന്നെ വരുന്ന വഴി ചൂട്ടുമടലും ഒക്കെ പെറുക്കി ആളുടെ ഒരു പരവ രസമാണ്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വന്ന് കിടന്നു കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരും. സാധാരണയൊക്കെ വീട്ടിൽ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്ന സെറ്റപ്പാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ചിലപ്പം ഉണക്കൊക്കെ വെള്ളത്തിലിട്ടതും പഴങ്കഞ്ഞിയൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ. സങ്കടം ഉണ്ടായിരുന്നു, ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെയുള്ള പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞങ്ങൾക്കതൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു. ഒരു വൈകുന്നേരത്തെ ചായക്ക് ഇടുന്ന പഴംപൊരിയൊക്കെ അതൊക്കെ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് ബീഫോ മീനോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാട്ടിൽ കഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാടായിരുന്നു. 3 പെണ്ണുങ്ങൾ തന്നെ. കൊച്ചു പറഞ്ഞ പോലെ മനസ്സിലാവും എനിക്ക്. ഒരു പക്ഷേ എൻ്റെ ചെറുതിലെ ഞാൻ അശ്വതീനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം പരസ്പരം കണ്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്യാൻസർ മരണം എന്ന് കേൾക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സോമൻ ചേട്ടൻ്റെ മരണമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എനിക്കും ഇങ്ങനെ നമ്മളും കുഞ്ഞിതാണല്ലോ ഒന്ന്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീടാണെങ്കിൽ ഒരു സ്ലോപ്പിലുമായിരിക്കുന്നത്, സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ